ഞാൻ ആ ടീച്ചറിലെ ഒരൊറ്റ ഭാഗം ഉണ്ടല്ലോ, നിങ്ങളൊരു ഹീറോ ആണെന്ന് പറയുമ്പോൾ ഞാനാ ഹീറോയാ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ടോ. ശരിക്കും നമ്മള് സാധാരണ ഏതൊരു മനുഷ്യരും ആ സിറ്റുവേഷനിൽ വരുന്നൊരു അത് നാച്ചുറൽ ആയിട്ട് നല്ലോണം ട്രോൾ ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു സിനിമ സക്സസ് ആവുന്നതിന് പിന്നിലുള്ള ഒരു കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിബന്ധങ്ങൾ ഏതൊരു കലാപ്രവർത്തനത്തിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണത്. നമ്മളകന്ന് ഒന്നും വല്ലാതെ ഇദ്ദേഹം മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒന്നും അല്ലാതാവും. ഇദ്ദേഹമില്ല ഈ ഗ്രൂപ്പിൽ ആരും, ഇപ്പോൾ ഇവരായാലും ബൈചേട്ടൻ ആരായാലും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറ്റം. ആ ടീമിൽ പോയപ്പോൾ പലപ്പോഴും സിനിമക്കാരെ കുറിച്ച് പരസ്പരം അങ്ങനെയല്ല, അത് വെറുതെ പറയുന്നതാണ്. ഏറ്റവും അടുപ്പം നന്നായി സൂക്ഷിച്ചവരാണ് എല്ലാവരും. പറഞ്ഞ പോലെ ഞാനത് ഭയങ്കര, അതായത് പിശുക്കി ആരും അഭിനയിച്ചിട്ടില്ല. മാക്സിമം അവരുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അല്ലേ. ചില സീനൊക്കെ അങ്ങനെയുണ്ട്, സീനൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. വരുന്നത് ഞാനിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണെന്നാണ് എന്നോട് സൂരജ് പറഞ്ഞത്. നല്ല രസമുള്ള ചില സീനുകളുണ്ട്. മാഷും ചേച്ചിയായിട്ടുള്ള ചില സീൻ, ആനന്ദും ചേച്ചിയായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സീൻ, ചില സാധനങ്ങൾ നല്ല രസമുള്ള ചില സീനുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്ന സാധനം ഭയങ്കര രസമുള്ള പരിപാടികളാണ്. കട്ട് പറയില്ല സൂരജ്. അപ്പൊ ഞങ്ങള് അല്ലേ, ഞാനും ആനന്ദും കൂടി അഭിനയിക്കുമ്പോ ആശുപത്രിയിലെ സീനില് പുള്ളി കട്ട് പറയണില്ല. അപ്പൊ ഞങ്ങള് പിന്നെയും പറഞ്ഞോണ്ടേയിരിക്കും. അതുപോലെ മാഷ് ഞാനും കൂടി ഉള്ളൊരു സീനില് ഞങ്ങള് ഇതിനകത്തുള്ള ഡയലോഗ് കഴിഞ്ഞ്, പക്ഷെ പുള്ളി കട്ട് പറയണില്ല. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. നോട്ടം, ചിരി, കള്ളച്ചിരി, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നു എഡിറ്റിൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ സിനിമ വലുതാവുന്നത് അത്തരം കാര്യങ്ങളിലൂടെ, ഒരുപാട് സംഭാഷണങ്ങളിലൂടെ മാത്രമല്ലല്ലോ. ഈ സിനിമയിൽ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ പാട്ട് എഴുതിയത്, അത് സംഗീതം കൊടുത്തത്, ഇതിൻ്റെ സിനിമ കഥ എഴുതിയത്, തിരക്കഥ എഴുതിയത്, അതുപോലെ തന്നെ നടൻ, ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ബാലേന്ദ്ര മേനോൻ. സത്യമായിട്ട് വിചാരിച്ചു ഭാവിയിലെ ബാലേന്ദ്ര മേനോൻ. സംശയമില്ല. ബാലേന്ദ്ര മേനോൻ സാർ കേൾക്കണ്ട. നിങ്ങൾ അതിന്റെ പാട്ട് നമുക്ക് ആ ഒരു പ്ലേസ് മിസ്സിംഗ് ആണല്ലോ. അല്ലല്ല, വിനീതേട്ടനൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇതിന് നമ്മള് കംപ്ലീറ്റ്ലി ഒരു ആക്ടർ ഡയറക്ടർ ആയിട്ട് മാറ്റി. ആയിക്കോട്ടെ, ഇനിയിപ്പോ ആ സ്പേസ് എനിക്ക് പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? പാട്ടിന്റെ വരികൾ ഏറ്റവും നന്നായി ആളുകൾ ഒരുപാട് പാട്ട് എൻ്റെ നാട്ടിൽ ഈ പാട്ട് കേട്ടിട്ട് ഭയങ്കര സന്തോഷം പറഞ്ഞ ആളുണ്ട്. ചേട്ടാ, ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട്. എന്താ വെച്ചാൽ പാട്ടെല്ലാം അടിപൊളിയുണ്ട്, പക്ഷേ ഇതിനകത്ത് പാട്ട് ഞാൻ കേൾക്കുന്നത് ആനന്ദ് പാടിയിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ആനന്ദ് പാടി, പക്ഷെ ആനന്ദ് ഗംഭീരമായിട്ട് ചില പാട്ടൊക്കെ ആനന്ദിനെ പാടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച പാട്ടുകളുണ്ട്. അത് പാടാം. മറ്റേ എന്റെ സംഘഗാനം ഉണ്ടല്ലോ, ഞാൻ മരിച്ചു കിടക്കുമ്പോ വെക്കുന്ന പാട്ട്, അത് പാടാം. ഇല്ലല്ല, നമുക്കൊരു പാട്ട് പാടാം. അല്ല, പിന്നെ നിങ്ങള് നിങ്ങളുടെ ഒരു ജോഷ് ഉണ്ടല്ലോ.